കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേണേ എടുത്തിട്ടേ വേന ഇനി വരുന്നവർക്കാണ് എടുക്കാം. എനിക്ക് വേണ്ട. കൽക്കണ്ടല്ലേ ഇത് ഇതെന്റെ കിസ്മിസ് എന്താ ചുക്ക് ചുക്ക് പിന്നെ കിസ്മിസ് കുറേ ഉണ്ട് ഗൈസ്. കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ക്ലീൻ പാത്രങ്ങളൊക്കെ അതൊക്കെ കഴുകിയെടുക്കാം. കബോർഡിലെല്ലാം ഓരോരോ സാധനങ്ങള്. അരിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. ആര് ചോറ് വെക്കുന്നു? പച്ചരി ഉണ്ടോ? ഞാൻ കൊണ്ടും വന്നിട്ടുണ്ട് പച്ചരി. എന്താ എല്ലാം വെക്കാൻ ടിന്നുണ്ട്. അപ്പൊ ടിന്നൊന്നും നമ്മൾ കൊണ്ടുവരണ്ടേ ഒന്നല്ലേ. മല്ലിപ്പൊടി, സോൾട്ട്. ചെലവാ? അയ്യോ ചെലവുണ്ടോ? ഇക്കതിന് ചെലവില്ലെന്ന് പറഞ്ഞ്. പാറ്റയുടെ കളിയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നമുക്കിതെല്ലാം ക്ലീൻ ആക്കണം. സ്ക്രബ്ബറൊക്കെ ഉണ്ട്. ഞാൻ സ്ക്രബ്ബറൊക്കെ കൊണ്ടുവന്നേ. നീ ഒന്ന് മേടിക്കല്ലേ പ്ലേറ്റ്? എനിക്ക് പ്ലേറ്റ് ഗ്ലാസ് മതി. അല്ലെങ്കിലും എന്തൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞാൽ പഞ്ചസാര, തേയില, പിന്നെന്താണ് ചോറ് വെക്കുന്ന അരി. ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം പാറ്റ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെല്ലാം അടിച്ചു പിടിക്കണം. പിന്നെ അതാണ് ഹാള്. അവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊടിഞ്ഞിട്ട് താഴത്ത് വീണ് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുണ്ട് ഗൈസ്. അപ്പം മുസാഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുസാഫൊക്കെ ഞാൻ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. എനിക്ക് മക്കൾക്കൊക്കെ ഓതാമല്ലോ. എൻ്റെ ഇത് സംഭവം ഇത് മനുഷ്യരുടെ കുറ്റമല്ല. അതെ ഇതുണ്ടോ ഈ സാധനം ഇങ്ങനെ പൊഴിഞ്ഞ് വീഴാണ്. ഇവിടെ നിന്ന് ഭിത്തിയിൽ നിന്നെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. ടി വി ഉണ്ട്. പിന്നെ ഫർണിച്ചേഴ്സ് ഉണ്ട്. കാലും കൈയൊക്കെ പോയതാണെങ്കിലും ഫർണിച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. വേണ്ട ഈ ചെരുപ്പ് സ്റ്റാൻഡായിട്ട് പാത്രത്തിൻ്റെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. ക്രിസ്മോൻ പഴയ തഞ്ചാത്തിരിക്കുന്ന കൊനേക്കെട്ടോത്തേക്ക കച്ചട കാപ്പി കൊണ്ടുപോയി. ഞാനും അമ്മേൻ്റെ അവിടെ ക്ലീൻ ആക്കണം. എന്തിനൊക്കെ കഥ അടയ്ക്കുന്നു? തുറന്നു കിടക്കട്ടെ. കള്ളന്മാരില്ലാത്തൊരു റൂമോ ഇത്? എവിടെ നിന്നും ഈ തേങ്ങ ഇത് ഇവിടെ ഇരുന്നാണ്. അപ്പൊ നമുക്ക് എടുക്കാം. സവാളയുണ്ട്, തേങ്ങയുണ്ട്. നമുക്കൊരു ഇത് ഇവിടെ ഇരുന്ന ടേപ്പാണ്. സാധനങ്ങളാണ് നമ്മുടെ കുത്തിരിസിനോടെ കൊണ്ടുവച്ചോ. കുന്തിരിക്കോ വിളിക്കാൻ പോകണം. ഇവിടെയൊക്കെ ക്ലീൻ ആക്കി. ഇത് മേളിൽ നിന്ന് വീഴുന്ന പൊടിയാട്ടോ. ഇതിനകത്തെല്ലാം ഇവിടെയൊക്കെ തുടച്ചു. അതെന്തോ അത്? ഇത് മാൻഹോള് ബാത്റൂമിന്റെ ലിഫ്റ്റ് ഒന്നുമില്ല. മാൻഹോളാ. ഇത് ആൾക്കാർക്ക് വായു കയറാൻ വേണ്ടിയിട്ടാണ്. അതാണ്
പാറ്റയായിരുന്നു ഗൈസ്. ഇതിന്റെ ഇടയ്ക്കെല്ലാം പാറ്റയാണ്. ഫ്രിഡ്ജിലെ പാറ്റ എടുത്തോ? നമ്മള് ഇങ്ങനെ കൊത്തി ഫ്രിഡ്ജിന്റെ ബാക്കില് ഫുള്ള് പാറ്റയാണ്. എടുത്തോ? കുറച്ച് എടുത്തിട്ടുണ്ട്, ബാക്കി അവര് വരുന്നില്ല. എവിടെ? ബാക്കി പാറ്റകൾ ഇങ്ങോട്ട് കയറാൻ ചാകാൻ വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പാറ്റക്കടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് അടിക്കാണ്. ഫ്രിഡ്ജിന്റെ അകത്തിരിക്കുന്ന പാറ്റ എടുത്തോ? ഇവിടെ നിന്നൊക്കെ കുറേയൊക്കെ എടുത്തു, അതിനെല്ലാം ഞാൻ പോകും. പിന്നെ ഇവിടെ കണ്ടതിനെല്ലാം കൊന്നു, മണ്ടയിൽ കണ്ടതിനെല്ലാം കൊന്നു. വേണ്ട പോകുന്നുണ്ട്, മണ്ണിലോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ നേരെ കുറെ ഇതിനകത്തുണ്ട് ചത്ത് കുത്തി കിടക്കുന്നത്. ഒരുമിച്ച് വെച്ചോ. ഹാങ്കറുകൾ കുറെ ഇവിടെ കിടന്നു, അതെല്ലാം ഇരിക്കട്ടെ, ആവശ്യമുള്ളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് സ്പീക്കർ ആയിരിക്കും. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ഹിബൂസും റിസ്മോനും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഹിബൂസ് നന്നായിട്ട് തൂത്ത് തരുന്നുണ്ട്. ഞാൻ അതിനൊപ്പം ഒന്നുകൂടെ മോപ്പ് വെച്ചിട്ട് തൂത്ത്, പിന്നെ ഒന്നും കൂടെ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലായിടും തുടച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം എന്താണ്, കുറേ ദിവസം ഇങ്ങനെ ആളില്ലാതിരിക്കുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ വരുമ്പം എന്തായാലും കുറച്ച് ക്ലീനിങ് ഉണ്ടാകും. എന്തായാലും നാട്ടിൽ നിന്ന് വന്ന ഉടനെ എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ ജോലിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, 2 ദിവസം പിടിച്ചു ഈ ഒരു തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടാനായിട്ട്. എല്ലാം നമുക്ക് കളയണം. പിന്നെ നമ്മളിവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മാറ്റി വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം. തക്കാളി കൊണ്ടുവരാൻ പറ്റുമോ? ചളങ്ങി പിളങ്ങി പോവാ. എവിടെ? സ്ക്വയർ ബിൽഡിംഗ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ പോലെ ലൈറ്റ് എടുത്തേക്കുന്നത്. ഞാൻ വിചാരിച്ചോണ്ട് ഈ ബിൽഡിംഗ് അത് ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരും വളർന്ന് കുറച്ച് മുന്നേ ഒരു പെണ്ണ് റേഞ്ചർ ഓവർ ഓടിച്ചോണ്ട് വരുന്നത്. വിക്രമാദിത്യനെയും വേതാളത്തിനെയും കണ്ടിട്ടുണ്ടോ ഗൈസ്? പ്ലീസ് ടേൺ ബേബീസ്. ടേൺ ചെയ്താ ഇറങ്ങും. ടേൺ ചെയ്താ ഇറങ്ങും. ടേൺ ചെയ്യ്. ടേൺ ചെയ്താ വിക്രമാദിത്യ ആൻഡ് വേതാള. പേര് ചട്ടി തുറക്കാനാ ഇത്ര പൈസ. ഓ എന്തൊരു സന്തോഷം. നോക്കട്ടെ, പൈസ കാണിച്ചേ. പേന നോക്കുക. കിച്ചനുണ്ട്. കൊള്ളാവോ? അവിടെ പൈസ മഞ്ഞലായില്ലായിരുന്നോ? ഇഷ്ടല്ലേ ഇങ്ങനെ നോക്കട്ടെ, പേനക്കകത്ത് നോക്കട്ടെ. ഇഷ്ടായോക്കാ? കളർ ഇഷ്ടായോ? കേട്ടെ, ചൂടാക്കട്ടെ. പിന്നെ ചൂടാക്കണ്ടേ? സോനൂരാ കാണിക്കുന്ന. ഇവിടെ നിന്ന് ഉപ്പ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് നല്ല വെള്ളത്തിനായിട്ട് പുതിയ ക്യാൻ പൊട്ടിക്കുകയാണ്. അന്ന് വാഷ് ചെയ്ത് കളാം കേട്ടോ ആദ്യം. ഗ്രൈൻഡർ ഇട്ട് ഗൈസ്. ജയലളിത അമ്മാൾ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം നമ്മൾ എല്ലാം കൊണ്ടുവന്നു. ചപ്പാത്തിക്കല്ല് വരെ ഉണ്ട്. പുഴുത്ത മാങ്ങ വരെ ഉണ്ട്. ഇത് പുഴുത്ത മാങ്ങ കളയണം. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക് അടുക്കള കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാറ്റയുടെ ശല്യം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലും പാറ്റയെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പാറ്റയെല്ലാം ഡെഡായി അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പം ഈ ഒരവസ്ഥ തന്നെ ആയിരിക്കും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പാറ്റ എവിടെ നിന്ന് വരുന്നോ ആവോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് എന്തെങ്കിലും റെമഡീസ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. ചെറിയ പാറ്റ കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ പാറ്റയൊന്നുമല്ല, ചെറിയ പാറ്റകളാണ്. അപ്പോൾ പാറ്റ സ്പ്രേ അടിച്ചിട്ട് അതെല്ലാം ഡെഡായി അവിടെ കിടക്കണേ ഉള്ളൂ. പാറ്റ ചോക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അപ്പം പാറ്റാച്ചൊക്കെ നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല ഗൈസ്. അപ്പം ഇനി അത് വാങ്ങിച്ചിട്ടൊന്ന് പരീക്ഷിക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും റെമഡീസ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.